ആലപ്പുഴയിൽ നടന്ന ഒരു അപകടം. ആ അപകടത്തിന്റെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴയിൽ ഓടുന്ന പ്രിയദർശിനി ബസ്സിൽ നിന്ന് വനിതാ കണ്ടക്ടർ റോഡിലേക്ക് വീണു. കലവൂരിൽ വെച്ചാണ് ഡോർ തുറന്ന് കണ്ടക്ടർ റോഡിലേക്ക് വീണത്. ആലപ്പുഴ ഡിപ്പോയിലെ കണ്ടക്ടർ അമ്പിളിക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടായ സമയത്ത് ബസ്സിനുള്ളിൽ വലിയ തിരക്കായിരുന്നു. മനീഷ് മഹിപാൽ നൽകും ഈ വാർത്തയുടെ വിവരങ്ങൾ. മനീഷ്, ഇന്നലെ നടന്ന അപകടമാണ്. കണ്ടക്ടർക്ക് പോലും നിൽക്കാൻ സ്ഥലമില്ലാതെ പുറത്തേക്ക് തെറിച്ചു വീഴുന്ന ഒരവസ്ഥ അതിപ്പോ നമ്മുടെ പ്രിയദർശിനി ബസ്സുകളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. അത്രയേറെ ആളുകളാണല്ലേ ഈ ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ കയറുന്നുണ്ടാകും. മുൻപ് കയറിയതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ കയറുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് ഈ പദ്ധതി വളരെ ഉപകാരപ്രദമായാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കണ്ടക്ടർ എങ്ങനെയാണ് വീണത്? ഈ അമ്പിളിയുടെ പരിക്ക് എത്രത്തോളം ഉണ്ട് മനീഷ്? റോഷ്നി, ദിവസേന 100 കണക്കിന് യാത്രക്കാർ യാത്ര ചെയ്യുന്ന ഒരു റൂട്ടാണ് ആലപ്പുഴയിൽ നിന്നും തീരദേശത്ത് കലവൂർ വഴി, കലവൂരിൽ നിന്നും ദേശീയപാതയിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് പിന്നീട് തീരദേശ പാത വഴി ചെല്ലാനത്തേക്ക് എത്തുന്ന തീരദേശ പാത. ഇവിടെ 100 കണക്കിന് ആളുകൾ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്കും ഒപ്പം തന്നെ ചെല്ലാനത്ത് നിന്നും ആലപ്പുഴയിലേക്കും ദിവസേന യാത്ര ചെയ്യാറുണ്ട്. കൂടുതലും പേരും സാധാരണക്കാരായ മനുഷ്യരാണ്. മത്സ്യത്തൊഴിലാളികൾ, കൂലിപ്പണിക്കാരടക്കമുള്ള ആളുകളാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഈ ബസ്സിൽ ഇപ്പോഴിതാ പ്രിയദർശിനിയുടെ സർവീസ് ആരംഭിച്ച ശേഷം നേരത്തെ ഉണ്ടായിരുന്ന 2 ബസ് സർവീസുകളായിരുന്നു. ആ 2 സർവീസുകളിൽ ഒരെണ്ണം നേരത്തെ നിർത്തലാക്കി. അതായത് സർവീസിൽ ഒരെണ്ണം റദ്ദാക്കി, ഒരെണ്ണം ഇപ്പോഴിതാ പ്രിയദർശിനി സ്ത്രീകൾക്ക് സൗജന്യ ബസ്. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ചെല്ലാനത്തേക്ക് രാവിലെ പുറപ്പെടുന്ന ബസ് തിരിച്ച് വൈകിട്ട് 4 മണിക്ക് ചെല്ലാനത്ത് നിന്ന് ആലപ്പുഴയിലേക്കും തിരിച്ചു വരും. അങ്ങനെ 2 ബസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 1 ബസ്സായി എന്ന് മാത്രമല്ല, ഇപ്പോൾ സൗജന്യം ഉള്ളതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതലായി കയറി തിക്കും തിരക്കുമാകുന്നു. അങ്ങനെ 2 ബസ്സിൽ കയറേണ്ട ആളുകൾ 1 ബസ്സിലേക്ക് മാറുന്നു. ആ 1 ബസ്സിൽ കയറേണ്ട ആളുകൾ സാധാരണയേക്കാൾ ഇരട്ടി ഇപ്പോൾ സൗജന്യ യാത്ര മുഖേനയാകുന്നു. അങ്ങനെ തിരക്ക് സ്വാഭാവികമായി വർദ്ധിക്കും. അങ്ങനെ ഏകദേശം 47 പേരാണ് ഒരു വലിയ ഒരു KSRTC ഓർഡിനറി ബസിന്റെ കപ്പാസിറ്റി. 50 പേരടക്കം ആ ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യാം. 47 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. പക്ഷേ 75 പേരോളം നിന്ന് യാത്ര ചെയ്യാറുണ്ട്. ഇപ്പോഴിതാ സാധാരണഗതിയിൽ 75-80 പേര് വരെ പരമാവധി ഒരു ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ഈ തീരദേശ പാതയിൽ ആ കണ്ടക്ടർ തന്നെ പറഞ്ഞത് ഒരു ദിവസം വൺ സൈഡ് യാത്ര ചെയ്യുന്ന 110 പേരാണ് ഒരു ബസ്സിൽ, ഒരു ഓർഡിനറി ബസ്സിൽ 110 പേർ. അതും ഇടയ്ക്കിടെ ഇറങ്ങുന്നവരല്ല. ആലപ്പുഴയിൽ നിന്ന് കയറിയാൽ ചെല്ലാനം വരെ തന്നെ ഏകദേശം 70 യാത്രക്കാർ, സ്ഥിരം യാത്രക്കാരുണ്ട്. അങ്ങനെ 110 പേർ ഒരു സമയം യാത്ര ചെയ്യുന്നു തിരിച്ച് ഇങ്ങോട്ടും. അങ്ങനെ ഇന്നലെ ഈ അപകടം ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വലിയ തിക്കും തിരക്കുമായിരുന്നു. ഇങ്ങോട്ട് ചെല്ലാനത്ത് നിന്ന് യാത്ര ചെയ്ത് തീരദേശ പാത വഴി കലവൂരെത്തി കൃപാസനം പള്ളിയുടെ സമീപത്തെത്തിയ സമയത്താണ് പുറകിലത്തെ ഡോറിന്റെ ഭാഗത്തിരുന്ന കണ്ടക്ടർ പെട്ടെന്ന് ഈ ആളുകളുടെ കപ്പാസിറ്റി താങ്ങാൻ വയ്യാതെ ഡോറ് തുറന്ന് വെളിയിലേക്ക് വന്ന് ഈ കണ്ടക്ടർ അമ്പിളിയാണ്, ആലപ്പുഴ സ്വദേശിയാണ് അമ്പിളി, പുറത്തേക്ക് വീണത്. അമ്പിളിയുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളൊന്നും ആ സമയത്ത് ആർക്കും പകർത്താനൊന്നും സാധിച്ചില്ല. കാരണം ദൃശ്യങ്ങൾ പകർത്തിയിരുന്നെങ്കിൽ വലിയൊരു സംഭവമായി കാരണം അത്രത്തോളം ആളുകൾ അകത്തുണ്ട്. ഒരു കണ്ടക്ടർ ഓടുന്ന ബസ്സിൽ നിന്നും ആ ഡോറ് തുറന്ന് പുറത്തേക്ക് വീഴുന്നു. ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അതായത് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇടത് സൈഡിൽ മറ്റേതെങ്കിലും ബസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വാഹനം ദേശീയപാതയിൽ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ വലിയ അപകടം അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അപകടം മാറി വലിയൊരു വാർത്തയായി മാറി. ഇതിപ്പോഴിതാ ആ അപകടത്തിന്റെ ഭയാനകം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളുമില്ല. ഒപ്പം തന്നെ ആ അപകടം വലുതായിട്ടുമില്ല. പക്ഷേ ഈ റൂട്ടിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഇത് നിത്യ സംഭവമാണെന്ന് പറയുന്നു. 110 പേരടക്കം യാത്ര ചെയ്യുന്ന സർവീസ് ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 2 സർവീസുകൾ ഒരെണ്ണം വെട്ടിച്ചുരുക്കുന്നു, പകരം സൗജന്യ യാത്രയാക്കി മാറ്റുന്നു. ചുരുക്കത്തിൽ ഒരു ബസ് സർവീസ് മുടക്കിക്കൊണ്ട് മറ്റൊരു സർവീസിൽ സൗജന്യ യാത്ര നടത്തിക്കൊണ്ട് KSRTC നടത്തുന്ന ഒരു തരത്തിലുള്ള അതായത് അപ്രായോഗികമായിട്ടുള്ള രീതിയാണ് ഈ തീരദേശ പാതയിലുള്ളത്. സാധാരണക്കാരായ മനുഷ്യർ യാത്ര ചെയ്യുന്ന ഒരു പാതയിലാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള KSRTCയുടെ സർവീസും അതിൽ ജീവനക്കാർക്ക് ഇങ്ങനെ പരിക്കേൽക്കുന്നതും. റോഷ്നി, തീർച്ചയായും ഡോറ് തുറന്ന് പുറത്തേക്ക് ഒരു കണ്ടക്ടർ തെറിച്ചു വീഴുക എന്ന് പറയുമ്പോൾ മനസ്സിലാകും ആ ബസ്സിനകത്തെ തിരക്കെന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും ഓടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ എന്തോ ഭാഗ്യം കൊണ്ടാണ് ചെറിയ പരിക്കുകളിലും മറ്റും രക്ഷപ്പെടുന്നതെന്നേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. വലിയ അപകടങ്ങൾ സംഭവിച്ചാൽ